ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും CSEB റാങ്കേഴ്സിലേക്ക് സ്വാഗതം. ഇന്ന് കോപ്പറേറ്റീവ് ലോയുടെ സെക്ഷൻ 34ഉം സെക്ഷൻ 35ഉം ആണ് പറയുന്നത്. ക്ലാസ്സിനെ കുറിച്ച് എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ അത് കമൻറ്റ് ചെയ്യണം. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. സെക്ഷൻ 34 സെക്യൂറിംഗ് പൊസഷൻ ഓഫ് റെക്കോർഡ്സ്. സൊസൈറ്റിയുടെ റെക്കോർഡുകൾ കൈവശപ്പെടുത്തുക അല്ലെങ്കിൽ പിടിച്ചെടുക്കുക. അതിനെക്കുറിച്ചിട്ടാണ് സെക്ഷൻ 34 പറയുന്നത്. ചില സാഹചര്യങ്ങളിൽ സൊസൈറ്റിയുടെ റെക്കോർഡുകൾ പിടിച്ചെടുക്കേണ്ടി വരും. ഏതൊക്കെ സാഹചര്യങ്ങളാണ്, എങ്ങനെയൊക്കെയാണ് നമുക്ക് നോക്കാം. ഇഫ് ദ കമ്മിറ്റി ഓഫ് എ സൊസൈറ്റി ഈസ് റീകോൺസ്റ്റിറ്റ്യൂട്ടഡ് അറ്റ് എ ജനറൽ മീറ്റിംഗ് ഓഫ് ദ സൊസൈറ്റി, അതായത് സംഘത്തിൻ്റെ പൊതുയോഗത്തിൽ വെച്ചിട്ട് കമ്മിറ്റിയെ റീകോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ, or the committee of a society is removed by the registrar under section 32. സെക്ഷൻ 32 അനുസരിച്ചിട്ട് കമ്മിറ്റി റിമൂവ് ചെയ്യുന്ന ആരാണ്? രജിസ്ട്രാർ ആണ്. നമ്മൾ പഠിച്ചതാണ് സെക്ഷൻ 32 സൂപ്പർസെഷൻ ഓഫ് കമ്മിറ്റി. അപ്പോൾ കമ്മിറ്റിയെ റിമൂവ് ചെയ്യുന്ന സാഹചര്യത്തിൽ or a administrator or administrative committee appointed under section 33, അല്ലെങ്കിൽ സെക്ഷൻ 33 പ്രകാരം അഡ്മിനിസ്ട്രേറ്ററെയോ അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിയെ അപ്പോയിൻ്റ് ചെയ്യുന്ന സാഹചര്യത്തിൽ, ഓർ ഇഫ് ദ സൊസൈറ്റി ഈസ് ഓർഡേർഡ് ടു ബി വൗണ്ട് അപ്പ് അണ്ടർ സെക്ഷൻ 71, അല്ലേ? സെക്ഷൻ 71 അനുസരിച്ചിട്ട് സൊസൈറ്റിയെ വൈൻഡ് അപ്പ് ചെയ്യുമ്പോൾ, ഇത്രയും സാഹചര്യങ്ങളിൽ സൊസൈറ്റിയിലെ പുറത്തേക്ക് പോകുന്ന കമ്മിറ്റി മെമ്പേഴ്സ് സൊസൈറ്റിയുടെ റെക്കോർഡുകളും പ്രോപ്പർട്ടീസും ഒക്കെ ഹാൻഡ് ഓവർ ചെയ്യാനായിട്ട് വിസമ്മതിച്ചു കഴിഞ്ഞാൽ പുതിയ കമ്മിറ്റിക്ക് അല്ലെങ്കിൽ പുതിയ അഡ്മിനിസ്ട്രേറ്റർക്ക് അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിക്കോ, ഇപ്പോൾ വൈൻഡപ്പിൻ്റെ കേസിലാണെങ്കിൽ ലിക്വിഡേറ്റർക്കോ ഒക്കെ ഈ റെക്കോർഡുകളും ഈ പ്രോപ്പർട്ടികളൊക്കെ ഹാൻഡ് ഓവർ ചെയ്യാനായിട്ട് പഴയ കമ്മിറ്റി മെമ്പേഴ്സൊക്കെ വിസമ്മതിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ റെക്കോർഡ്സുകൾ പിടിച്ചെടുക്കേണ്ടി വരും. അതിനെക്കുറിച്ചിട്ടാണ് സെക്ഷൻ 34 പറയുന്നത്. The outgoing members of the committee refuse to hand over charge of the records and property of the society to the new committee or administrator or administrative committee or the liquidator. അല്ലെങ്കിൽ or if an outgoing president or secretary who is the custodian of the records and property of a society refuses to hand over charge of the records ആൻഡ് പ്രോപ്പർട്ടി ഓഫ് ദ സൊസൈറ്റി ടു ഹിസ് സക്സസർ. അതായത് കാലാവധി കഴിയുന്ന പ്രസിഡൻറ്റോ സെക്രട്ടറിയോ ആരാണോ റെക്കോർഡിൻ്റെയും പ്രോപ്പർട്ടിയുടെയും കസ്റ്റോഡിയൻ, അവർ പുതിയതായി വരുന്ന ആൾക്ക്, അതായത് അവരുടെ പിൻഗാമികയായി വരുന്ന പ്രസിഡൻറ്റിനോ സെക്രട്ടറിക്കോ ഈ റെക്കോർഡുകൾ ഹാൻഡ് ഓവർ ചെയ്യാനായിട്ട് വിസമ്മതിക്കുകയാണെങ്കിൽ, അങ്ങനെ വരുമ്പോഴും റെക്കോർഡുകൾ പിടിച്ചെടുക്കാൻ സാധിക്കും. ദ ന്യൂ കമ്മിറ്റി ഓർ അഡ്മിനിസ്ട്രേറ്റർ ഓർ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി or the liquidator or the president or the secretary may with the previous sanction of the registrar apply to the magistrate within whose jurisdiction the society functions for securing the records and properties of the society. അതായത് ഇങ്ങനെ റെക്കോർഡുകളും പ്രോപ്പർട്ടീസും കൈമാറാനായിട്ട് വിസമ്മതിക്കുന്ന സാഹചര്യത്തിൽ പുതിയ കമ്മിറ്റിക്ക് അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റർക്ക് അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിക്ക്, ലിക്വിഡേറ്റർക്ക് അല്ലെങ്കിൽ പ്രസിഡൻറ്റിനോ സെക്രട്ടറിയോ ആരാണോ അവർക്ക് രജിസ്ട്രാറുടെ മുൻകൂർ അനുവാദത്തോടെ മജിസ്ട്രേറ്റിന് മുമ്പാകെ ആ സൊസൈറ്റിയുടെ ഫങ്ഷൻസ് ഏരിയയിൽ പെടുന്ന മജിസ്ട്രേറ്റിന് മുൻപാകെ ആപ്ലിക്കേഷൻ കൊടുക്കാൻ സാധിക്കും. അങ്ങനെ ഈ റെക്കോർഡുകളും പ്രോപ്പർട്ടീസും പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് മജിസ്ട്രേറ്റിന് മുമ്പാകെ അപ്ലൈ ചെയ്യാൻ സാധിക്കും. ഇങ്ങനെ മജിസ്ട്രേറ്റിന് അപേക്ഷ ലഭിച്ചു കഴിഞ്ഞാൽ ഒരു സബ് ഇൻസ്പെക്ടർ തസ്തികയിൽ കുറയാത്തൊരു ഉദ്യോഗസ്ഥനെ, പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിലെ സബ് ഇൻസ്പെക്ടർ തസ്തികയിൽ കുറയാത്തൊരു ഉദ്യോഗസ്ഥനെ ഇങ്ങനെ പൂഴ്ത്തിവെച്ചിരിക്കുന്ന ഈ റെക്കോർഡുകളും പ്രോപ്പർട്ടീസും ഒക്കെ കണ്ടെത്തി പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് മജിസ്ട്രേറ്റർ നിയോഗിക്കുന്നതായിരിക്കും. ഇങ്ങനെ നിയോഗിച്ച ഈ ഉദ്യോഗസ്ഥൻ ആ പ്രോപ്പർട്ടി അല്ലെങ്കിൽ റെക്കോർഡ് എവിടെയാണെന്നോ കണ്ടെടുത്ത് അത് പിടിച്ചെടുത്ത് ആർക്കാണോ കൊടുക്കേണ്ടത്, ഭരണ ചുമതലയുള്ള ആർക്കാണോ കൊടുക്കേണ്ടത്, കമ്മിറ്റിക്കോ അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിക്കോ അല്ലെങ്കിൽ പ്രസിഡന്റിനോ സെക്രട്ടറി ലിക്വിഡേറ്റർ ആർക്കാണോ കൊടുക്കേണ്ടത് അവർക്ക് കൈമാറേണ്ടതാണ്.
അതുപോലെ തന്നെ ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ ഓഡിറ്റ്, ഇൻസ്പെക്ഷൻ തുടങ്ങിയവ നടത്തുമ്പോൾ അവിടുത്തെ ഭരണസമിതി കറക്റ്റായിട്ട് കാര്യങ്ങൾ, അവരുടെ ഉത്തരവാദിത്തങ്ങൾ കറക്റ്റായിട്ട് നിർവഹിക്കുന്നില്ല. അവർ നിയമപ്രകാരമായിട്ടുള്ള കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല. അവർ അക്കൗണ്ട് ബുക്കുകൾ തിരുത്തുന്നു, പണം അപഹരിക്കുന്നു, അല്ലെങ്കിൽ നിയമപ്രകാരമുള്ള അക്കൗണ്ട് ബുക്കുകൾ, റെക്കോർഡ്സുകളൊന്നും സൂക്ഷിക്കുന്നില്ല, അഴിമതി നടത്തുന്നു, അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ള ചാൻസ് ഉണ്ട് തുടങ്ങിയ ഫണ്ടുകൾ ദുർവിനിയോഗം ചെയ്യുക, അങ്ങനെയൊക്കെ സംഭവിക്കുകയാണെങ്കിൽ രജിസ്ട്രാർക്കോ അല്ലെങ്കിൽ രജിസ്ട്രാർ അധികാരപ്പെടുത്തുന്ന അസിസ്റ്റൻറ്റ് രജിസ്ട്രാർ തസ്തികയിൽ കുറയാത്ത ഒരു ഉദ്യോഗസ്ഥനോ റെക്കോർഡുകൾ പിടിച്ചെടുക്കാനുള്ള അധികാരമുണ്ട്. ഇങ്ങനെ റെക്കോർഡുകളും പ്രോപ്പർട്ടീസും പിടിച്ചെടുത്ത ആ ഉദ്യോഗസ്ഥൻ പിടിച്ചെടുത്ത റെക്കോർഡ്സിൻ്റെയും പ്രോപ്പർട്ടിയുടെയും ഒക്കെ ഒരു ലിസ്റ്റ് തയ്യാറാക്കണം. എന്നിട്ട് ആരിൽ നിന്നാണോ ഈ റെക്കോർഡുകൾ പിടിച്ചെടുത്തത് അയാളോട് ഈ ലിസ്റ്റിൽ സൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ആവശ്യപ്പെടണം. എന്തെങ്കിലും ഒരു കാരണവശാൽ അയാൾ സൈൻ ചെയ്യാൻ വിസമ്മതിച്ചു കഴിഞ്ഞാൽ ഈ ഉദ്യോഗസ്ഥൻ രണ്ടോ അല്ലെങ്കിൽ അതിൽ കൂടുതലോ സാക്ഷികളുടെ സാന്നിധ്യത്തിൽ ഈ ലിസ്റ്റിൽ സൈൻ ചെയ്യണം. എന്നിട്ട് അതിൻ്റെ ഒരു കോപ്പി ഈ റെക്കോർഡുകൾ കൈവശം വെച്ച ആരാണോ അയാൾക്ക് നൽകുകയും വേണം. ഇത്രയും കാര്യങ്ങളാണ് സെക്ഷൻ 34 പറയുന്നത്. സെക്ഷൻ 34 സെക്യൂറിംഗ് പൊസഷൻ ഓഫ് റെക്കോർഡ്സ്. സെക്ഷൻ 35 ഫസ്റ്റ് ചാർജ് ഓഫ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി ഓൺ സർട്ടൈൻ അസറ്റ്സ്. അതായത് ചില പ്രത്യേക അസറ്റുകളിൽ സഹകരണ സംഘത്തിനുള്ള ആദ്യാവകാശം, ഫസ്റ്റ് ചാർജ്. ഇത് കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് ചില പ്രത്യേക അവകാശങ്ങൾ കോപ്പറേറ്റീവ് സൊസൈറ്റിക്ക് അനുവദിച്ചിട്ടുണ്ട്. ഇതിലൊന്നാണ് ഈ ഒരു കടക്കാരൻ്റെ ആസ്തിയിലുള്ള സംഘത്തിനുള്ള ആദ്യാവകാശം, ഫസ്റ്റ് ചാർജ് ഓഫ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി ഓൺ സർട്ടൈൻ അസറ്റ്സ്. അതായത് കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ നിന്നും ലോൺസ്, അഡ്വാൻസോ എടുക്കുന്ന ഒരംഗം ജാമ്യമായിട്ട്, ഒരു ഈടായിട്ട് എന്തെങ്കിലും സ്ഥാപന ജംഗമ വസ്തുക്കളോ മുതലുകളോ ഒക്കെ ജാമ്യമായിട്ട് നൽകാറുണ്ട്. എന്നാൽ ഈ ലോൺ എടുത്ത ആൾ വേറെ ആൾക്കാരുടെ കയ്യിൽ നിന്നും വാങ്ങിച്ചിട്ടുണ്ടാകും, കടം വാങ്ങിയിട്ടുണ്ടാകും. അപ്പോൾ അയാൾ വേറെ ആൾക്കാരുടെ കയ്യിൽ നിന്ന് കടം വാങ്ങിയതുകൊണ്ട് അയാൾക്കും കടക്കാരനായിരിക്കും. പക്ഷേ ഇതിൽ ആദ്യ അവകാശം സൊസൈറ്റിക്കായിരിക്കും. വേറൊരാൾക്കും കടക്കാരനായാലും ആദ്യ അവകാശം ആർക്കായിരിക്കും? സൊസൈറ്റിക്കായിരിക്കും. അതിനെക്കുറിച്ചിട്ടാണ് സെക്ഷൻ 35 പറയുന്നത്. ഫസ്റ്റ് ചാർജ്, ആദ്യ അവകാശം സൊസൈറ്റിക്കായിരിക്കും. ഇനി ഈ ആദ്യ അവകാശം സംഘത്തിന് ലഭിക്കുന്നതിന് ചില പ്രത്യേക കാര്യങ്ങളിലാണ് ലഭിക്കുന്നത്. അത് നോക്കാം. അതായത് സംഘത്തിൽ നിന്നും ലോൺ എടുത്തിട്ട് ഉപയോഗിച്ച് നടത്തിയ കാർഷിക ഉൽപ്പന്നങ്ങൾ അല്ലെങ്കിൽ വിളകൾ, അല്ലെങ്കിൽ സൊസൈറ്റിയുടെ വായ്പ ഉപയോഗിച്ച് വാങ്ങിയ കന്നുകാലികൾ, അല്ലെങ്കിൽ കന്നുകാലികൾക്ക് വേണ്ടിയിട്ടുള്ള കാലിത്തീറ്റ, കാർഷിക ഉപകരണങ്ങൾ, മെഷീൻസ്, യന്ത്രങ്ങൾ, റോ മെറ്റീരിയൽസ് തുടങ്ങിയവയുടെ കാര്യത്തിലാണ് ഈ ഫസ്റ്റ് ചാർജ് വരുന്നത്. ഇങ്ങനെ സൊസൈറ്റിക്ക് കടപ്പെടുത്തിയിട്ടുള്ള ആ വസ്തു കൈമാറ്റം ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. അങ്ങനെ കൈമാറ്റം ചെയ്യണമെങ്കിൽ സൊസൈറ്റിയുടെ മുൻകൂർ അനുവാദം ആവശ്യമാണ്. മുൻകൂട്ടി അനുവാദമില്ലാതെ സംഘത്തിന് കടപ്പെടുത്തിയിട്ടുള്ള ആ ഒരു വസ്തു കൈമാറ്റം ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. ഇനി കൈമാറ്റം ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്യും? അതിന് ഒരു നിയമസാധുത ഉണ്ടാവത്തില്ല. ആ കൈമാറ്റം ചെയ്യുന്ന ആ ഒരു ട്രാൻസാക്ഷൻ എന്താണ്? ഒരു നിയമസാധുതയും ഉണ്ടായിരിക്കത്തില്ല, നിയമം അനുസരിച്ചിട്ടുള്ളതായിരിക്കത്തില്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് സെക്ഷൻ 35 പറയുന്നത്. അതായത് ഫസ്റ്റ് ചാർജ് ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റി ഓൺ സർട്ടൈൻ അസറ്റ്സ്. അതായത് സംഘത്തിന് നിന്നും ലോൺ എടുത്തിട്ടുള്ള ലോണോ അല്ലെങ്കിൽ അഡ്വാൻസോ എടുത്തിട്ടുള്ള ഒരാൾ സംഘത്തിന് ഒരു ഈടായിട്ട് എന്തെങ്കിലും സ്ഥാവര ജംഗമ വസ്തുക്കൾ കൊടുത്തിട്ടുണ്ടാവും. ആ സ്ഥാപന ജംഗമ വസ്തുക്കളിൽ ആദ്യ അവകാശം ആർക്കായിരിക്കും? സൊസൈറ്റിക്കായിരിക്കും. അയാൾ വേറൊരാളുടെ കയ്യിൽ നിന്ന് ലോൺ എടുത്തിട്ടുണ്ടെങ്കിലും സൊസൈറ്റിക്കായിരിക്കും അതിൽ ആദ്യ അവകാശമുള്ളത്. അതിനെക്കുറിച്ചിട്ടാണ് അപ്പോൾ സെക്ഷൻ 35 പറയുന്നത്.